നമ്മളൊക്കെ ഫോണിൽ ഒരു കീബോർഡ് ഉപയോഗിക്കും. ഒരു കീബോർഡ് ഫോണിൽ എന്തായാലും അത്യാവശ്യമാണ്. കാരണം നമുക്ക് പലതും ടൈപ്പ് ചെയ്യാൻ ഇതിനൊക്കെ ഉണ്ടാവും. ഡീഫാൾട്ടായിട്ട് ഫോണിൽ ഒരു കീബോർഡ് ഉണ്ടാവുകയും ചെയ്യും. അത് കൂടാണ്ട് നമ്മൾ ഗൂഗിളിൻ്റെ കീബോർഡ്, മംഗ്ലീഷ് കീബോർഡ്, അങ്ങനെ പല കീബോർഡ് ഉപയോഗിക്കും. എന്നാൽ ഒരേ കീബോർഡ് തന്നെ കണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ച് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കീബോർഡാണ് വേവ് കീബോർഡ്. സമദ്രിക. ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്നവർ അതിന് പല അനിമേഷനും അതുപോലെ കൂടുതൽ ഫീച്ചറുകളൊക്കെ ഉള്ള ഒരു കീബോർഡ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഈ കീബോർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വേവ് കീബോർഡ് എന്നിട്ട് ഇതിൻ്റെ പേര് ഇതാന്ന് ഐക്കണ്. ഓപ്പൺ ചെയ്താൽ നമുക്കിത് ഡീഫാൾട്ട് കീബോർഡായിട്ട് സെറ്റ് ചെയ്യണം. അതിനുള്ള സ്റ്റെപ്പുകൾ കൊടുക്കുക. അവിടെ നെക്സ്റ്റ്. അതിനുശേഷം ഇങ്ങനെ വരിക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാറ്റഗറിയിൽ ഇഷ്ടം പോലെ തീമുകളുള്ള കീബോർഡുകൾ കാണാം. ഇവിടെ നമുക്ക് ലോക്കൽ എന്നുള്ളിടത്തിൽ കുറച്ച് കീബോർഡ് ഉണ്ടാവും. ഇതിലൊക്കെ നമ്മൾ ഈ കാറ്റഗറിയിലൊക്കെ കൊടുക്കണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അത് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ എന്നുള്ള ഈ ഭാഗത്തുണ്ടാവും. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊരു കീബോർഡ് സെലക്ട് ചെയ്ത് ഇനി നമുക്ക് കീബോർഡിലേക്ക് പോയി നോക്കാം. ഇതാണ് നമ്മുടെ കീബോർഡ്. ഇനി ഇതിലുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ വേവ് എന്നുള്ള ഒരു എഴുത്ത് കാണുന്നുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സെറ്റിങ്സിലേക്കൊക്കെ ഇവിടെ നിന്ന് തന്നെ കീബോർഡിൽ നിന്ന് തന്നെ പോവാം. ലാംഗ്വേജ് എന്നുള്ളിടത്ത് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡിഫാൾട്ട് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ഉണ്ടാവും. അത് കൂടാണ്ട് താഴെ ഭാഗത്ത് മലയാളം ഉണ്ടാവും. മലയാളം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. തൽക്കാലം നമുക്ക് മലയാളം മതി. നിങ്ങൾക്ക് കൂടുതൽ ഭാഷ വേണമെങ്കിൽ അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് വരിക. ഇനി ഇവിടെ നമുക്ക് മലയാളവും ഇംഗ്ലീഷും തമ്മിൽ മാറ്റണമെങ്കിൽ ഈ മലയാളം എഴുതിയത്തിൽ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഇംഗ്ലീഷായി മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുന്നതോറും ഇംഗ്ലീഷും മലയാളവും മാറ്റി ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇവിടെ ഫോൺ ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. അത് ഉപയോഗിക്കണമെന്നില്ല. HD എന്നുള്ള ഒരു രണ്ടാമത്തെ ടാബ് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നല്ല അനിമേഷനിൽ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. ഇതാ ഇവിടെ ഇപ്പോൾ ഒരു അനിമേഷൻ ഉണ്ട്. ഇവിടെ മേലെ ഒരുപാട് തീമുകളുണ്ട്. അത് ഇഷ്ടമുള്ളത് നമുക്ക് ഇവിടെ എടുക്കാം. എന്നിട്ട് അതിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എഴുതി കൊടുത്തിട്ട് സെൻഡ് ചെയ്യാം. ഒരു ആശംസയെല്ലാം അയക്കുന്നേരം അടിപൊളി അനിമേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ അയച്ചു കൊടുക്കാം. പിന്നെയുള്ളത് ജിഫുകൾ. ഇഷ്ടംപോലെ ജിഫുകൾ സെർച്ച് ചെയ്തെടുക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ മേലെ കാറ്റഗറികൾ ഇഷ്ടംപോലെ കാറ്റഗറികളുണ്ട്. ഏത് കാറ്റഗറി എന്ന് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇവിടെ ഇതിന്റെ സൗണ്ട്, ഓട്ടോ കറക്ഷൻ, അതുപോലെ അനിമേഷൻ ഓഫ് ചെയ്യാൻ, കീബോർഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ, എല്ലാത്തിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതായാലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി കീബോർഡാണ് ഈ കീബോർഡ്. ആവശ്യക്കാർ ഉപയോഗിക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.